പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 8वीं कक्षा के दूसरा पाठ ज्ञान मार्ग के बारे में है. 8ാം ക്ലാസ്സിലെ അസ്ഗർ വസാഹത്ത് എഴുതിയ ഏകാംഗിയായ ജ്ഞാൻ മാർഗ് എന്നതിനെ കുറിച്ചാണ്. ज्ञान का मतलब क्या है? ज्ञान, विज्ञान तो साइंस है, ज्ञान तो അറിവാണ് അല്ലേ. हमारे मन में ज्ञान की आवश्यकता है. നമ്മൾക്ക് എല്ലാവർക്കും എന്താ ആവശ്യമുണ്ട്? അറിവ് ആവശ്യമുണ്ട് അല്ലേ. हम किसके लिए स्कूल जाते हैं? प्यारे बच्चे, हम किसके लिए स्कूल जाते हैं? നമ്മൾ എന്തിനു വേണ്ടിയാ മക്കളെ സ്കൂളിൽ പോകുന്നത്? ज्ञान बढ़ाने के लिए, അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. लेकिन ज्ञान मिलने पर हमारे मन में अहंकार का भाव होना ठीक नहीं है. समझा है? പക്ഷേ അറിവ് നേടിക്കഴിഞ്ഞ നമ്മുടെ മനസ്സിലേക്ക് അഹങ്കാരം വരിക എന്നുള്ളത് എന്തല്ല, നല്ലതല്ല. इसी के बारे में ചർച്ച करने वाले एक ഏകാംഗി ഹേ ജ്ഞാൻ മാർഗ്. അപ്പൊ അറിവിനെ കുറിച്ച്, അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കരിക്കാൻ പാടില്ല എന്ന് നമുക്ക് സൂചന നൽകുന്ന ഏകാംഗി ഹേ, ഒരു ഏകാംഗിയാണ്, ഒരു ഏകാംഗ നാടകമാണ് ജ്ഞാൻ മാർഗ് എന്നുള്ളത്. നമുക്ക് കഥാപാത്രങ്ങളെയും കഥയെയും ഒന്ന് പരിചയപ്പെടാം. इसमें प्रमुख 3 രാജകുമാർ ഹേ. ഇതിലെ പ്രമുഖമായ കഥാപാത്ര 3 രാജകുമാരന്മാരാണ്. രാജകുമാർക്ക് ആപ്കോ മാലൂം ഹേ? രാജകുമാരന്മാരെന്നാണ് അറിയോ? അറിയാലോ, രാജാവിന്റെ മക്കള്. അവർക്ക് പണ്ട് വിദ്യ നൽകിയിരുന്ന ആളുകളായിരുന്നു മുനിമാരൊക്കെ അല്ലേ. അവർക്കൊക്കെ അറിവുണ്ടായിരുന്നത്. ഇപ്പൊ ഗുരുകുലത്തിൽ പോയി അറിവ് നേടി തിരിച്ചു വരുന്ന 3 രാജകുമാരന്മാരുടെ ഒരു കഥയാണ്, ഒരു നാടകമായിട്ട്, ഏകാംഗിയായിട്ട് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, അസ്ഗർ വസാഹത്ത് എഴുതിയ ഏകാംഗി ജ്ഞാൻ മാർഗ് എന്നുള്ളതൊന്ന് നോക്കാം. എന്താണ് എന്നുള്ളതൊന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യമായിട്ട് പാഠഭാഗത്തിൽ നൽകിയിട്ടുണ്ട്, 3 രാജകുമാർ ഗുരുകുൽ में अपनी पढ़ाई पूरी करने के बाद घर लौटा है. 3 രാജകുമാർ അല്ലെ, അതിൽ നൽകിയിട്ടുണ്ട് 3 രാജകുമാർ, 3 രാജകുമാരന്മാര്. അവിടെ എവിടുന്ന വരുന്നത് അറിയോ? 3 രാജകുമാരന്മാര് ഗുരുകുൽമേൻ, ഗുരുകുലത്തിൽ നിന്നും, അപ്പിനി പടായി. ഒന്ന് ശ്രദ്ധിച്ചാൽ സിമ്പിളായിട്ട് കിട്ടും മക്കളെ. അപ്പിനി സ്വന്തം, അവരുടെ, പടായി വിദ്യാഭ്യാസം, അറിവ്, പൂരി കർണേക്കെ ബാദ് പരിപൂർണമായതിനു ശേഷം, കെ ബാദ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം മക്കളെ. എന്താണ് ശേഷം? പടായിക്കെ ബാദ് പഠനത്തിന് ശേഷം, ലിഖിനേക്കെ ബാദ് എഴുതിയതിനു ശേഷം, ബോൽനേക്കെ ബാദ് പറഞ്ഞതിന് ശേഷം. അപ്പൊ ബാദ് കൊണ്ട് ഒരു 5 വേർഡ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്? പടായി പൂരി കർണേക്കെ ബാദ് 3 രാജകുമാരന്മാര് അപ്പിനി പടായി പൂരി കർണേക്കെ ബാദ് തങ്ങളുടെ പഠനം അവസാനിച്ചതിന് ശേഷം ഗർ ലൗട്ട് രഹേ ഹേ, ഇവര് വീട്ടിലേക്ക് ലൗട്ട് രഹേ ഹേ, റിട്ടേൺ വരികയായിരുന്നു, തിരിച്ചു വരികയായിരുന്നു. കിത്തനെ രാജകുമാർ ഹേ? ഹാ, 3 രാജകുമാർ ഹേ. तीनों घने जंगल से गुजर रहे हैं. 3 പേരും घने जंगल से, जंगल मालूम है? जानवरों का वासस्थल है. जानवर है. घने जंगल എന്തായിരുന്നു? അവർ 3 പേരും കൊടും വനത്തിലൂടെ, ഫോറസ്റ്റിനുള്ളിലൂടെ എന്ത് ചെയ്യായിരുന്നു? ഗുസർ രഹേ ഹേ, തിരിച്ചു പോരായിരുന്നു. എവിടുന്ന് വരുന്നത്? ഗുരുകുലം. ഒരു വനത്തിനുള്ളിൽ ആശ്രമം ഉണ്ടാവും. അവിടെ നിന്ന് അവർ 3 രാജകുമാരന്മാര് അറിവൊക്കെ നേടിയിട്ട്, ഗുരുകുല വിദ്യാഭ്യാസം നേടിയിട്ട് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വരുന്ന സമയത്ത് ഒരു കൊടും കാട് കടന്ന് വേണം വരാന്. മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമുക്ക് നോക്കാം. ആ സമയത്ത് രാജകുമാരേക്ക്, അതിലുള്ള ഒരു രാജകുമാരൻ പറയാണ്,
हम तीनों इस बात पर गर्व कर सकते हैं कि हमने ज्ञान प्राप्त कर लिया है. ഒരാൾ മറ്റോട് പറയണേ ഹം തീനോ, സുഹൃത്തുക്കളെ നമ്മൾ 3 പേരും ഇസ് ബാത് പർ ഗർവ് കർ സക്തേ ഹേ, ഇതിൽ നമുക്ക് ഈ കാര്യത്തിൽ നമുക്കൊരു അഹങ്കാരം വേണം കേട്ടോ. എന്താണ് ഗർവ് വേണ്ടത്? ഒരു അഭിമാനം വേണം. ഹംനെ ജ്ഞാൻ പ്രാപ്ത് കർ ലിയ ഹേ, നമ്മൾ അറിവ് നേടി വന്നിരിക്കുകയാണ് ഇല്ലേ? അറിവ് നമ്മൾ എന്ത് ചെയ്യണം? അറിവ് നേടി എന്നുള്ളതിൽ നമുക്ക് ഒരു ഗർവ് കർണ ചാഹിയെ, അഭിമാനം വേണം. മനസ്സിലായോ? ആ അപ്പൊ രാജകുമാർ ധോ രണ്ടാമത്തെ ആള് പറഞ്ഞു സംസാർ മേ കിത്തനെ കം ലോകം കോ യേ സൗഭാഗ്യ പ്രാപ്തോനാ ഹേ. ഒരാൾ പറഞ്ഞു നമ്മൾ ഭയങ്കര ഭാഗ്യവാന്മാരല്ലേ, നമ്മൾക്ക് അറിവ് കേടിയുള്ളതുകൊണ്ട് നമ്മുടെ ഒരു അഭിമാനമാണ്. അപ്പൊ മറ്റേ ആള് പറഞ്ഞു സംസാർ മേ, സംസാർ ക്യാ ഹേ? വേൾഡ്. എന്താണ്? ആ ഹമാരെ ദുനിയ, നമ്മുടെ ലോകത്തിലെ കിത്തനെ കം, കിത്തന എത്ര, കിത്തനെ കം എത്ര കുറച്ച് ലോകം കോ ആളുകൾക്കാണ് യേ സൗഭാഗ്യ പ്രാപ്തോത്താ ഹേ, ഈ ഒരു സൗഭാഗ്യം കിട്ടുന്നത്. സൗഭാഗ്യ ക്യാ ഹേ ബച്ച്? ആ എന്താ മക്കളെ സൗഭാഗ്യം? ആ ജ്ഞാൻ പ്രാപ്ത് കർണ, എന്താ? അറിവ് നേടിയെടുക്കുക എന്നുള്ളൊരു ഭാഗ്യല്ലേ? ആ അപ്പൊ ഒരാൾ പറഞ്ഞു ശരിയല്ലേ, ഈ ലോകത്തിലെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ മൂന്നാമത്തെ ആള് പറഞ്ഞു പർ ഹം സബ്കാ ജ്ഞാൻ ബരാബർ നഹീ ഹേ. അപ്പൊ എന്താ പറഞ്ഞത്? രാജകുമാർ തീൻ പറഞ്ഞു ഹം പർ ഹം സബ്കാ ജ്ഞാൻ, എന്നാൽ നമ്മുടെ എന്തല്ല, എല്ലാവരുടെയും അറിവ് ബരാബർ നഹീ ഹേ, ഈക്വൽ അല്ല. ठीक है, ശരിയല്ലേ? സബ്കാ ജ്ഞാൻ ബരാബർ ഹേ നഹീ ഹേ. ഇപ്പോ രാജകുമാർ ഏക്ക് ചോദിച്ചു ക്യാ മത്ലബ് ഹേ തുമാരാ? ഹിന്ദി സിമ്പിൾ ആയിട്ട് പഠിക്കാം മക്കളെ. ക്യാ എന്താ? മത്ലബ് അർത്ഥം, തുമാര നീ പറഞ്ഞതിന്റെ, നിങ്ങളുടെ. ക്യാ മത്ലബ് ഹേ തുമാരാ, നീ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? മനസ്സിലായില്ല. അപ്പൊ രാജകുമാർ തീൻ പറഞ്ഞു മേരാ ജ്ഞാൻ, എന്റെ അറിവ്, തും ദോനോം കെ ജ്ഞാൻ സേ, നിങ്ങളുടെ രണ്ടാളുടെയും അറിവിനേക്കാൾ അധിക ഹേ, കൂടുതലാണ്. നിങ്ങൾ എന്തിനേക്കാളും കുറഞ്ഞ അറിവുള്ളവരാ. മേരെ ഖ്യാൻ തോ ആപ്സെ അധിക ഹേ, നിങ്ങളെക്കാൾ കൂടുതലാണ്. അപ്പൊ രാജകുമാർ ഏക്ക് പറഞ്ഞു കേസി മൂർഖതാവാലി ബാത്തേ കർ രഹി ഹോ, എന്തൊരു വിഡ്ഢിത്താടോ താനിങ്ങനെ പറയണേ? മൂർഖതാവാലി, എന്തൊരു വിഡ്ഢിത്തമാണ്, വിഡ്ഢിത്തമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മേ തും ദോനോം സെ ബഡാ ഹോ, ഞാൻ നിങ്ങളെ രണ്ടാളിനേക്കാളും വലിയവനല്ലേ? ബഡാ വലിയവനല്ലേ, ഞാനല്ലേ വലിയത്. മേരെ പാപ്പ്, എന്റെ മേരെ പാസ്, എന്റെ അടുത്താണെങ്കിലോ ജ്യാദാ ജ്ഞാൻ ഹേ, അതുകൊണ്ട് എന്റെ അടുത്ത് ഒരുപാട് അറിവുണ്ടാവും കേട്ടോ. പാസ് അടുത്ത്, ഗർ കെ പാസ് വീടിനടുത്ത്, സ്കൂൾ കെ പാസ് സ്കൂളിനടുത്ത്, ബാസാർ കെ പാസ് അങ്ങാടിക്കടുത്ത്. ഇപ്പൊ നേരത്തെ ഒരു വാക്ക് പഠിച്ചില്ലേ ബാദ്, ഇപ്പൊ പാസ് കൂടി പഠിച്ചു വെക്ക അടുത്ത് അല്ലെ. എന്റെ അരികിൽ എന്തുണ്ട്? ജ്യാദ അറിവ്, ജ്യാദാ ജ്ഞാൻ ഹേ, കൂടുതൽ അറിവുണ്ട്. ഇപ്പൊ രാജകുമാർ ദോ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരാൾ പറഞ്ഞു എനിക്കാണ് കൂടുതൽ അറിവ്, മറ്റേ പറഞ്ഞു ഞാനാ വലിയവൻ അതുകൊണ്ട് എനിക്ക് അറിവ്. രണ്ടാമത്തെ ആള് പറഞ്ഞു മേം തോ ഗുരുകുൽ ആനേ സെ പഹലെ ഭി പഠനാതാ, ഞാൻ ഗുരുകുലത്തിലേക്ക് വരുന്നതിനും പഹലെ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. മേരാ ജ്ഞാൻ തും ദോനോം സെ ജ്യാദാ ഹോം, അതിനാല് നിങ്ങൾ രണ്ടാളെക്കാളും അറിവാർക്കാ മേരാ, എന്റെ അറിവാണ്. ഇല്ലേ? മൂന്നാളും കുഴപ്പമില്ല, മനസ്സിലായില്ലേ? ആ അറിവ് ഞങ്ങൾക്ക് 3 പേർക്കും കൂടുതലാന്നുള്ളൊരു ചിന്ത വന്നവർക്ക് രണ്ടാമത്തെ ആള് പറഞ്ഞു മേം തോ, ഞാനാണെങ്കിലോ ഗുരുകുൽ ആനേസെ, ഗുരുകുലത്തിലേക്ക് വരുന്നതിനും പഹലേ ബി പഠിത്താതെ ആദ്യമേ പഠിക്കാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. മേരാ ഖ്യാൻ, എന്റെ അറിവാണെങ്കിലോ തും ദോനോം സെ ജ്യാദാ ഹേ, നിങ്ങൾ രണ്ടാളിനേക്കാളും കൂടുതലാണ്. അബ് കിतना രാജകുമാർ ഹേ? 3 രാജകുമാർ ഹേ. ഇസ് ചിത്ര മേ देखिए, ആ 3 രാജകുമാർ दूसरा चित्र देखिए आपके किताब में. മക്കളെ നിങ്ങളുടെ പുസ്തകത്തിലെ രണ്ടാമത്തെ ചിത്രം കണ്ടോ? क्या देखा है? 3 രാജകുമാർ ഹേ. और फिर क्या है? नीचे देखिए, താഴോട്ട് നോക്ക്. ആ क्या देखे है? देखिए, അവിടെ എന്താന്ന് നമുക്കൊന്ന് നോക്കാല്ലേ. അപ്പൊ രാജകുമാർ ഏക്ക് പറഞ്ഞു മേരാ പിതാ, എന്റെ പിതാവാണെങ്കിലോ ബഹുത് ബഡേ ജ്ഞാനി ഹേ,
എന്റെ പിതാവ് വലിയ പണ്ഡിതനാണ്, അറിവുള്ളവനാണ്. ഉൻകാ പുത്ര ഹോനേസെ, അയാളുടെ മോനായതിനാല് നാത്തെ അയാളുടെ മകനാണെന്നുള്ള ആ റിലേഷൻ കൊണ്ട് മേം തും ദോനോം സെ, ഞാൻ നിങ്ങൾ രണ്ടാളിനേക്കാളും ജ്യാദാ വിദ്വാൻ ഹേ, നിങ്ങൾ രണ്ടാളിനേക്കാളും ജ്യാദാ വിദ്വാൻ ഹോം, ഞാനാണ് ഏറ്റവും വലിയ വിദ്വാൻ. വിദ്വാനം കേട്ടിട്ടില്ലേ? വിദ്വാൻ എന്ന് പറഞ്ഞാൽ മലയാളം, മൗനം വിദ്വാന ഭൂഷണം എന്ന് കേട്ടിട്ടില്ലേ? പണ്ഡിതൻ അല്ലേ? ഇപ്പൊ എന്താ പറഞ്ഞത്? എൻ്റെ അച്ഛൻ വലിയ പണ്ഡിതനായിരുന്നു. ആ വലിയ പണ്ഡിതന്റെ മോനായാല് അതിനേക്കാൾ അറിവ് എനിക്കും ഉണ്ടാവില്ലേ? ഞാൻ അയാളുടെ മോനല്ലേ, അപ്പൊ എനിക്കും അറിവുണ്ടാവൂലേ? ആരാ പറഞ്ഞത്? ഒന്നാമത്തെ രാജകുമാരൻ. അപ്പൊ രണ്ടാമത്തെ ആള് പറഞ്ഞു പിതാസെ, പിതാവ് ഉണ്ടായിട്ട് എന്താടോ കാര്യം? ഇല്ല, എല്ലാ ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടറാവോ? ഇല്ല. അച്ഛനെ അറിവുണ്ട് വിചാരിച്ച് മകൻ പഠിക്കാതിരുന്ന വല്ല ഉപകാരം ഉണ്ടോ? ഇനി അച്ഛനൊന്നും അറിയില്ല വെച്ചിട്ട് മക്കൾ വലുതാവില്ലേ? പിന്നെ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ എവിടെ എത്തിച്ചേരൂല്ലേ? ആ മെഹനത്ത് കരേ തോ ഫൽ മിലാഹേ, എന്താണ് പറഞ്ഞത്? നിങ്ങൾ പരിശ്രമിക്കുക, അപ്പൊ ഫലം കിട്ടും എന്നാ പറഞ്ഞത് അല്ലേ? അപ്പൊ നമുക്ക് രാജകുമാർ എന്താ പറഞ്ഞത്? ദോ. രണ്ടാമത്തെ ആള് പറഞ്ഞു പിതാസെ ക്യാ ഹോത്താ ഹേ, അച്ഛനെ കൊണ്ട് എന്തടോ? മേരി തോ മാതാജി, ആ എന്റെ അമ്മയാണെങ്കിൽ ദേശ് കി മാനി ഹുയി വിദുഷി ഹേ, രാജ്യം അംഗീകരിക്കുന്ന ഒരു പണ്ഡിതിയായിരുന്നു. എന്റെ അമ്മ ഭയങ്കര അറിവുള്ള ആളായിരുന്നു. മേം ഉൻകെ പേട്ട് മേം, ഞാൻ ആ അമ്മയുടെ വയറില് 9 മഹീനെ രഹാഹും, 9 മാസം താമസിച്ചിട്ടുണ്ട് കേട്ടോ. ചിന്തിച്ചു നോക്കി മക്കളെ, എന്താ പറഞ്ഞത്? ഈ മറ്റേ ഒന്നാമത്തെ രാജകുമാരൻ പറഞ്ഞു എൻ്റെ അച്ഛൻ വലിയ പണ്ഡിതനാ, അതുകൊണ്ട് അയാളുടെ മോനായതുകൊണ്ട് ഞാൻ ഭയങ്കര പണ്ഡിതനാണ്. അപ്പോൾ രണ്ടാമത്തെ ആൾ വിട്ടുകൊടുത്തില്ല, എൻ്റെ മാതാവ് വലിയൊരു പണ്ഡിതിയായിരുന്നു, അറിവുള്ളവളായിരുന്നു, അവരുടെ വയറ്റിൽ ഞാൻ 9 മാസം കടന്നിട്ടുണ്ട്. തും ദോനോ, അതിനാൽ നിങ്ങൾ രണ്ടുപേരും മേരാ മുഖാബല നഹീം കർ സക്തേ, എന്നെ കൊണ്ട് ഏറ്റുമുട്ടാൻ പോലും അർഹതയില്ല, എന്നെയുമായി മുഖാബല നേരിടാൻ നിങ്ങൾക്ക് കഴിവില്ല. അപ്പൊ രാജകുമാർ 3 പറഞ്ഞു മേരെ ഗർക്കെ സേവക തക്ക്, എന്റെ വീട്ടിലെ വേലക്കാരൻ വരെ മഹാപണ്ഡിത് ഹേ, വലിയ പണ്ഡിതനാട്ടോ. എന്റെ വീട്ടിലെ വേലക്കാരൻ വരെ, സേവകൻ വരെ വലിയ പണ്ഡിതനാണ്. തും ദോനോ മേരെ ആകെ മൂർക്ക് ഹോ, അതിനാൽ നിങ്ങൾ രണ്ടുപേരും എന്റെ മുമ്പിൽ വിഡ്ഢികളാണ്, ഒന്ന് പോയിടോ എന്ന് പറഞ്ഞു അല്ലേ? ആ തീനോം രാജകുമാർ കെ മൻമേം അബ് ഗമണ്ഡ് ഹേ, അഹങ്കാർ ഹേ, ജ്ഞാൻ കെ ബാരെ മേം. ഇപ്പൊ 3 മക്കളുടെയും ഉള്ളിൽ എന്തായി? അഹങ്കാരം വരാൻ തുടങ്ങിയില്ലേ? എന്തിനെ കുറിച്ചിട്ടാണ്? ആ ഞങ്ങളിൽ ആരാണ് വലിയ പണ്ഡിതൻ എന്ന് ആലോചിച്ചിട്ട്. അപ്പൊ ഇനി നമുക്ക് മുന്നോട്ടൊന്ന് നോക്കാം. രാജകുമാരേക്ക് ആ സമയത്ത് ആ രാജകുമാരൻ ഒന്നാമത്തെ ആള് പറഞ്ഞു യഹി ബാത് ഹേ തോ ചലോ പരീക്ഷ ഹോ ജായേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 ആളും വലിയ ആൾക്കാരാണെങ്കിൽ നമുക്കൊരു പരീക്ഷ നടത്തിയാലോ? ആ യഹി ബാത് ഹേ തോ, ഇതാണ് കാര്യമെങ്കിൽ ചലോ പരീക്ഷ ഹോ ജായേ, നമുക്കൊരു പരീക്ഷണം നടത്താം അല്ലെ? ഒരു എക്സാം ആണ് നടത്തി നോക്കുക, ആർക്കാണ് ബുദ്ധിയുള്ളത് മനസ്സിലാക്കാലോ. രാജകുമാർ 3 പറഞ്ഞു യഹി ബാത് ഹേ തോ തും അപ്നെ ജ്ഞാൻ കോ പരിചയ ദോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ അറിവിനെ ഒന്ന് പരിചയപ്പെടുത്ത്. നമുക്കൊക്കെ അറിവ് നേടിയിട്ടുണ്ടല്ലോ, ആ അറിവിനെ ഒന്ന് പരിചയപ്പെടുത്ത്. രാജകുമാർ ദോ പറഞ്ഞു. രണ്ടാമത്തെ രാജകുമാരി പറഞ്ഞു ജ്ഞാൻ കാ പരിചയ ജ്ഞാനി കോ ദിയാ ജാതാ ഹേ, മൂർഖി കോ നഹീം. ഒന്നും കൂടി വായിച്ചു നോക്കി മക്കളെ, എന്താ പറഞ്ഞത്? ജ്ഞാൻ കാ പരിചയ ജ്ഞാനി കോ ദിയാ ജാതാ ഹേ, മൂർഖോം കോ നഹീം. അറിവിനെ പരിചയപ്പെടുത്തേണ്ടത് ജ്ഞാൻ കാ പരിചയ, അറിവിനെ പരിചയപ്പെടുത്തേണ്ടത് ജ്ഞാനി കോ ദിയാ ജാതാ ഹേ, അറിവുള്ളവരുമായിട്ടാണ്. മൂർഖം കനഹീം, ആരുമായിട്ടല്ല, വിഡ്ഢികളുമായിട്ടല്ല. രാജകുമാർ 3, ആ സമയത്ത് രാജകുമാരൻ മൂന്നാമത്തെ ആള് പറഞ്ഞു തും മേരാ അപമാൻ കറയോ, എന്താണോ നീ എന്നെ അപമാനിക്ക? എന്താ വെച്ച് നീ എന്നെ ഇൻസൾട്ട് ചെയ്യാ? ആ രാജകുമാരേക്ക് പറഞ്ഞു അപ്പിനെ ജ്ഞാൻ കാ പരിചയ ദോ, നഹീം തോ ഹം തുംകോ ദണ്ഡ് ദേംഗെ. രാജകുമാരേക്ക് പറഞ്ഞു നീ നിന്റെ അറിവൊന്ന്, അപ്പിനെ ജ്ഞാൻ കാ പരിചയ, നിങ്ങളുടെ അറിവ് പരിചയം ഒന്ന് കാണിച്ചതാ. നഹീം തോ ഇല്ല എങ്കിൽ ഹം തുംകോ ദണ്ഡ് ദേംഗെ, ഞങ്ങള് നിന്നെ ശിക്ഷിക്കും. ദണ്ഡ് ദേംഗെ, ശിക്ഷ നൽകും. രാജകുമാർ ദോ ഇധർ ഉധർ ദേഖ്താ ഹേ,
അത് കേട്ടപ്പോ രാജകുമാരനായ രണ്ടാമത്തെ ആൾ ഇധർ ഉദർ ദേഖ്താ ഹെ. ഇധർ ഉദർ ക്യാ ഹെ? അവിടെയും ഇവിടെയും, ഇധർ ഉദർ അവിടെയും ഇവിടെയും ദേഖ്താ ഹെ നോക്കാൻ തുടങ്ങുന്നു. ഓ കിതാബ് കിതാബേ ദേഖിയേ ബച്ചോ, നിങ്ങളുടെ പുസ്തകത്തിലേക്ക് നോക്കിയേ. ക്യാ ദേഖാ ഹെ? ഹാം ഏക് ജാൻവർ കാ ക്യാ ഹെ? ഹഡ്ഡിയാം ഹെ. ക്യാ ഹെ? ഹഡ്ഡിയാം ഹെ. എന്താണ്? രാജകുമാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങിയില്ലേ? നിങ്ങളും നോക്കിയേ നിങ്ങളുടെ പുസ്തകത്തില്ലേ മക്കളെ? ഉണ്ടല്ലേ? ഉസേ കിസി ജാൻവർ കി. അങ്ങനെ അവൻ നോക്കുമ്പോ എന്താ കണ്ടത്? ഏതോ ജാൻവറിന്റെ, ഏതോ ഒരു മൃഗത്തിന്റെ ഹഡ്ഡിയാം പടീതിക്കായത്, എല്ലുകൾ കിടക്കുന്നത് കണ്ടു. ഹഡ്ഡിയാം, എല്ലുകൾ കിടക്കുന്നത് കണ്ടു. ആ സമയത്ത് രാജകുമാർ ദോ, രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞു, ഏ ഹഡ്ഡിയാം ദേഖ് രേ ഹോ? ഈ എല്ലുകൾ കണ്ടോ? ഈ കിടക്കുന്ന എല്ലുകൾ കണ്ടോ? രാജകുമാർ ഏക്ക് പറഞ്ഞു, ഹാ യെസ് കണ്ടല്ലോ. രാജകുമാർ ദോ മേം അപ്നെ ജ്ഞാൻ സെ ബതാ സക്താ ഹൂം, ഞാൻ എൻ്റെ അറിവ് വെച്ച് പറയാണ്. ഏ ഹഡ്ഡിയാം ഷേർ കി ഹെ. ഈ എല്ലുകൾ ഒരു ലയണാണ്, ഒരു സിംഹത്തിൻ്റെതാണ്. രാജകുമാർ തീൻ ബസ് ഏത് മാമൂലി ബാത്ത്, ഇതൊരു ഓർഡിനറി സംഭവമല്ലോടോ, ഇതെല്ലാവർക്കും അറിയില്ല. എല്ല് കണ്ടാൽ അത് ഒരു സിംഹത്തിൻ്റെതാണ്. മേം തോ അപ്പിനെ ജ്ഞാൻ സെ, ഞാൻ എൻ്റെ അറിവ് കൊണ്ട് പറയണം. അപ്പൊ രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞു, എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയാണ്. ഏ ഷേർ കാ ഹഡ്ഡി ഹെ, ഇത് ആരുടെ അല്ല, ഒരു ഷേറിൻ്റെതാണല്ലേ, ഒരു സിംഹത്തിൻ്റെതാണ്. അപ്പൊ മറ്റേയാൾ പറഞ്ഞു, മൂന്നാമത്തവൻ പറഞ്ഞു, ഇതൊരു സാധാരണ കാര്യമാണ്, എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയാം. ഇൻ ഹഡ്ഡിയം പർ മാംസ്, എൻ്റെ അറിവ് വെച്ച് ഞാൻ ഈ എല്ലുകൾക്ക് എന്ത് കൊടുക്കാൻ പോവാണേ? മാംസ്. ആ മാംസവും ഉന്മേ രക്ത്, അതിന് രക്തവും അവർ ഉസ്കെ ഊപ്പർ ഘാൽ മട് സക്താ ഹെ, അതിന് മുകളിൽ ഒരു തൊലിയൊക്കെ കൊടുക്കാൻ പോവാണ് അല്ലേ. ലോ മേ മന്ത്ര പഠിത്താ ഹും, നോയിക്കോ ഞാനിപ്പോ മന്ത്രം ചെല്ലാൻ പോവാണ്. അപ്പൊ ഒരാൾ പറഞ്ഞു, ഇത് ഷേർ കാ ഹഡ്ഡി ഹെ, ഇതാരുടേതാണ്? സിംഹത്തിന്റെ എല്ലാണ്. മറ്റേ ആള് പറഞ്ഞു, അല്ല ഇത് സിംഹത്തിൻ്റെതല്ല, ഇത് ആരുടേതാണ്? അതെല്ലാവർക്കും അറിയാം. ഞാൻ ഇതിന് എന്ത് കൊടുക്കാൻ പോവാണ്? ആ ശരീരത്തിന് മാംസവും തൊലിയൊക്കെ കൊടുക്കാൻ പോവാണ്. രാജകുമാർ തീന്, അങ്ങനെ രാജകുമാരൻ, മൂന്നാമത്തെ രാജകുമാരൻ എന്ത് ചെയ്യുന്നു? മന്ത്ര പഠിത്താ ഹേ, ഒരു മന്ത്രം ജപിച്ചു. ഓർ ഷേർ കി ഹഡ്ഡിയാം, അതോടുകൂടി ആ സിംഹത്തിന്റെ എല്ലുകളില് മാംസ് എന്തു വന്നു? മാംസം വന്നു. രക്തം ഉസ്കെ ഊപ്പർ ഘാലാത്താ ഹേ, അതിന്റെ മുകളിൽ തൊലിയൊക്കെ വന്നു, സ്കിന്നൊക്കെ ഉണ്ടായി. രാജകുമാരേക്ക് അരേ ഹാം യഹ് തോ ഹോ ഗയാ, കണ്ടടോ ഇപ്പൊ ഉണ്ടായില്ലേ? ഇതൊക്കെ സാധിക്കും. രാജകുമാർ തീൻ പറഞ്ഞു, മൂർഖോ, എടാ വിഡ്ഢികളെ, അബ് തോ തും സമझോ, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലായിക്കോ. സമझന, മനസ്സിലാക്കുക, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലായിക്കോ. എന്താണ്? മേം തും സബ്സെ ബഡാ വിദ്വാൻ ഹോം, ഞാൻ നിങ്ങളെ രണ്ടാളെക്കാളും വലിയ പണ്ഡിതനാണ്. ഇനിയെങ്കിലും അത് ഓർത്ത് വെച്ചട്ടോ. പ്യാരെ ബച്ചോ, ये तीन राजकुमार अभी एक होश में है, आवेश में है. हमारे बीच में, तीन राजकुमार के बीच में कौन बड़ा ज्ञानी है? ये एक प्रतियोगिता बन गई है, ഇതൊരു കോമ്പറ്റീഷൻ ആയി മാറി. അങ്ങനെ രാജകുമാർ ഏക്ക് പറഞ്ഞു, ലേക്കിൻ പക്ഷേ, ക്യാ തും, നിങ്ങൾക്ക് ഇതിന് പ്രാൺ ബി ഡാൽ സക്തേ ഹെ, ഇതിന് ജീവൻ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ രാജകുമാർ തീൻ പറഞ്ഞു, നഹി നഹി പ്രാൺ നഹി ദേ രേ ഹൈ, പ്രാണ് കൊടുക്കാൻ കഴിയൂല. पर यह तो तुम भी नहीं कर सकते, ഇത് നിനക്കും കഴിയൂലല്ലോ, എന്നെ കൊണ്ട് അതിന് ജീവനം കൊടുക്കാൻ പറ്റൂല. അപ്പൊ രാജകുമാർ പറഞ്ഞു, മേം ഇസ്മേ പ്രാൺ ബി ഡാൽ സക്താ ഹൂം, ഞാൻ ഇതിനിപ്പോ ജീവൻ കൊടുക്കാൻ പോവാണ്. एक जानवर का हड्डी है, एक किस जानवर है? जानवर का नाम क्या है? शेर है. शेर का हड्डी को अभी रक्त और मांस आ गया है, ये अभी एक शेर का रूप बन गया है. ഇപ്പൊ എന്തായി? ആ എല്ലുകൾ ഇവർ മത്സരബുദ്ധിയോട് കൂടി മത്സരിച്ച് ഒരു രൂപാക്കി കൊടുത്തു അല്ലെ. അപ്പൊ മറ്റേയാൾ പറഞ്ഞു, ഞാനിപ്പോ അതിന് ജീവൻ കൊടുക്കാൻ പോവാണ്. രാജകുമാർ തീം ഏക്ക് പറഞ്ഞു, ഞാനിപ്പോ അതിന് ജീവൻ കൊടുക്കാൻ പോവാണ്. രാജകുമാർ ദോ, രണ്ടാമത്തെ ആൾ പറഞ്ഞു, पर ऐसा मत करना,
അങ്ങനെ ചെയ്യരുത്. മത്ത് നോ കർണ ചെയ്യുക, മത്ത് കർണ ചെയ്യരുത്, മത്ത് ചലന പോവരുത്, മത്ത് ചലോ പോവരുത്, മത്ത് പഠോ വായിക്കരുത്. പർ ऐसा മത്ത് കർണ പക്ഷെ അങ്ങനെ ചെയ്യരുത്. രാജകുമാർ ദോ ഏക്ക് ചോദിച്ചു, ക്യോം? രാജകുമാർ ദോ പറഞ്ഞു മത്ത് കർണ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പൊ രാജകുമാർ ഏക്ക് ചോദിച്ചു, ക്യോം? ഞാൻ ചെയ്താൽ എന്താ? രാജകുമാർ ദോ പറഞ്ഞു, ഉസ്കെ ബാദ് ഷേർ ഹമേ ഖാ ജായേഗാ. എടോ സിംഹത്തിന് ജീവൻ കൊടുത്താൽ എന്താവും? ഉസ്കെ ബാദ്, ബാദ് ഓർമ്മയില്ലേ മക്കളെ? ബാദ് കാ അർത്ഥ ക്യാ ഹേ? ശേഷം, ആഫ്റ്റർ. അതിനുശേഷം എന്തുണ്ടാവും? ആ ഷേർ ഹമേ ഖാ ജായേഗേ. ഷേർ, ആ സിംഹം നമ്മളെന്ത് ചെയ്യും? ഭക്ഷിക്കും. രാജകുമാരേക്ക് പർ മുജേ തോ സിദ്ധ് കർണാ ഹേ, പക്ഷെ എനിക്കിവിടെ നിങ്ങളുടെ മുമ്പിൽ സമർത്ഥിക്കണം, മേ തും ദോനോം സെ ബഡാ ജ്ഞാനി ഹൂം, ഞാനാണ് നിങ്ങളെക്കാൾ വലിയ പണ്ഡിതനെന്ന് എനിക്കിപ്പോൾ ഇവിടെ സമർത്ഥിച്ചേ തീരുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെന്ത് കൊടുക്കാൻ പോവാണ്? ജീവൻ കൊടുക്കാൻ പോവാണ്. രാജകുമാർ തീൻ പറഞ്ഞു, നഹി നഹി, വേണ്ട വേണ്ട, ഷേർ ഹമേ ഗാ ജായേഗേ, വേണ്ടട്ടോ, സിംഹം നമ്മളെ ഭക്ഷിക്കും. രാജകുമാർ ഏക്ക് കേട്ടോ? ഇല്ല. അങ്ങനെ രാജകുമാരനായ ഏക്ക് എന്ത് ചെയ്തു? മന്ത്ര പഠിത്താ ഹേ, എന്തൊക്കെയോ മന്ത്രം ജപിച്ചു. അവർ ഷേർക്കോ ജീവിതം होता है, ആ സിംഹത്തിന് ജീവൻ വന്നു. ഷേർ ദഹാഡ്കർ, സിംഹം ആക്രോശിച്ചുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ഉൻകി തരഫ് ബഡ്താ ഹേ, അവർക്ക് നേരെ കണ്ട് ചാടി. വേ ബച്ചിനെ കി കോശിഷ് കർത്തെ, അവര് 3 പേരും രക്ഷപ്പെടാൻ വേണ്ടി വെപ്രാളം കാണിച്ചു. 3 പേരും രക്ഷപ്പെടാൻ വേണ്ടി വെപ്രാളം കാണിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? രാജകുമാർ ദോ എന്ത് ചെയ്തു? മന്ത്ര പഠിത്താ ഹേ, മന്ത്രം ചൊല്ലിയില്ലേ? വേ ബച്നെ കി കോശിഷ് കർത്തേ ഹേ, അവർ 3 പേരെന്ത് ചെയ്യുന്നു? രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. രാജകുമാർ ദോ, ആ സമയത്ത് രാജകുമാർ ദോ പറഞ്ഞു, അബ് ഹം ബച്ച് നഹീ സക്തേ, ഇനി നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. രാജകുമാർ തീൻ, ഷേർ ഹമേ ഖാ ഹി ജായേഗി, സിംഹം ഇപ്പൊ നമ്മളെ ഭക്ഷിക്കും. അവരാകെ വെപ്രാളം കൊണ്ടു, ജീവനിൽ പേടിയോടുകൂടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. രാജകുമാർ ദോ, ആ സമയത്ത് രാജകുമാർ പറഞ്ഞു, അരേ എടോ, ഓ ദേക്കോ, അങ്ങോട്ട് നോക്ക്, കോൻ ആ രഹാ ഹേ, ആരാണ് വരുന്നത്? ഓ കോൻ ആ രഹാ ഹേ, ആരാണ് വരുന്നത്? രാജകുമാർ തീൻ പറഞ്ഞു, അരേ ഓ തോ ഗുരുജി ഹേ, അത് നമ്മളെ ഗുരുജി അല്ലേ, ആ ഗുരുജി പാസ് ആ ജാത്തെ ഹേ. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഗുരുജി അവരുടെ അടുത്തേക്ക് വരുന്നു. രാജകുമാർ ദോ, ആ സമയത്ത് രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞു, ഗുരുജി ഹം ലോഗ് സങ്കടമേ പടുകയേ ഹേ, ഗുരുജി ഞങ്ങളാകെ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഗുരുജി ഹം ലോഗ് സങ്കടമേ പടുകയേ, ഗുരുജി ഞങ്ങളാകെ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഗുരു പറഞ്ഞു, മേ മാൻതാ ഹൂം, എനിക്കറിയാം. രാജകുമാരേക്ക്, ഗുരുജി ഹമാരി ജാൻ ബച്ചായിയേ, ഗുരുജി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചാലും, ജാൻ ബച്ചായിയേ, ജീവൻ രക്ഷിച്ചാലും. ഗുരു പറഞ്ഞു, മുജേ മാലൂം ദാ, എനിക്കറിയാമായിരുന്നു, തും ലോകം കെ അന്തർ. എന്താ ഗുരുജി പറഞ്ഞത് നോക്കണേ മക്കളെ, എന്താ പറഞ്ഞത്? തും ലോകം കെ അന്തർ, നിങ്ങളുടെ ഉള്ളില് അഭി അഹങ്കാർ ബൗത്ത് ഹേ, ഇപ്പോഴും ഒരുപാട് അഹങ്കാരം ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. और तुम अपने ज्ञान का नुकसान भी कर सकता है, അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ അറിവിനെ നഷ്ടപ്പെടുത്തും എന്നും എനിക്കറിയാമായിരുന്നു, ദുരുപയോഗം ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇസ്ലിയെ, അതിനാൽ തന്നെ മേം തും ലോകം കെ പീച്ചെ, ഞാൻ നിങ്ങളുടെ പിറകില് ആരഹാദ വരുന്നുണ്ടായിരുന്നു, എനിക്കറിയായിരുന്നു. ആപ്കെ മൻ മേ അഹങ്കാർ ഹേ, ഇസ്ലിയെ ഇസ് ജ്ഞാൻ കാ ദുരുപയോഗം ആപ് കരേംഗെ, അതിനാൽ തന്നെ നിങ്ങൾ ഈ അറിവിനെ ദുരുപയോഗം ചെയ്യുന്ന എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് മേ ആപ്സെ പീച്ചെ ചൽ രഹി ഹേ, ഞാൻ നിങ്ങളുടെ പിറകിൽ വരികയായിരുന്നു. രാജകുമാരേക്ക്, ആ സമയത്ത് രാജകുമാരൻ ഒരാൾ പറഞ്ഞു, ഗുരുജി മുജ്സെ ബഡി ഗലത്തി ഹോ ഗയി ഹേ, ഗുരുജി എനിക്കൊരു വലിയ തെറ്റ് പറ്റി. ഷേർ ഹം സബ്കോ ഖാ ജായേഗി, സിംഹം ഇപ്പൊ ഞങ്ങളെല്ലാവരെയും ഭക്ഷിക്കും, തിന്നോ. ഗുരുജി അബ് മേ അപ്നെ ജ്ഞാൻ സേ, ഇപ്പൊ ഞാൻ എൻ്റെ അറിവ് കൊണ്ട് എന്ത് ചെയ്യും? ആ ചിത്രത്തിലേക്ക് നോക്ക് മക്കളെ, എൻ്റെ അറിവ് കൊണ്ട് ഇസ് ഷേർക്കോ ബക്കരി ബനാദൂങ്ക, ഈ സിംഹത്തെ ഞാൻ എന്താക്കി മാറ്റും? ബക്കരി ബനാദൂങ്ക, ആടിനെ ആക്കി മാറ്റും. ബക്കരി, ആട്, ഒരു ആടാക്കി മാറ്റാം. എൻ്റെ അറിവിനാൽ ഞാൻ ഒരു ആടാക്കി മാറ്റാം.
ആ ചിത്രത്തിൽ കാണാം അല്ലേ? ആ ഗുരു മന്ത്ര പഠിത്താ ഹെ. അങ്ങനെ ഗുരുജി എന്താ മന്ത്രം ചൊല്ലി? ഷെർ ബക്കരി ബഞ്ചാത്താ ഹെ. സിംഹ എന്തായി മാറി? ഒരു ആടായിട്ട് മാറി. ഓർ മിമിയാനെ ലഗ്താ ഹെ. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇങ്ങനെ കരയാൻ തുടങ്ങി. ഗുരുജി പറഞ്ഞു, ശിഷ്യോ പ്യാരെ ബച്ചേ ആപ് ഭി ധ്യാൻ സെ സുനിയേ, ഹമാരെ മൻ മേ ഗമണ്ട് കബി നഹീ ഹോഗാ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ആലോചിക്കുക, ഹമാരെ മൻമേ, നമ്മുടെ മനസ്സിലെ ഗമണ്ട് ഹമേശ നഹി രഹന ചാഹിയെ, ഒരിക്കലും ഉണ്ടാവരുത്. तो हमारे मन में कितना ज्ञान है उसी को कोई फायदा मिले नहीं है. അങ്ങനെ നമ്മുടെ ഉള്ളിൽ അറിവ് അഹങ്കാരമായി മാറിയാൽ ഒരിക്കലും അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവില്ല. ഗുരുജി പറഞ്ഞു, ശിഷ്യോ, പ്രിയപ്പെട്ട ഡിയർ സ്റ്റുഡൻറ്, ധ്യാൻ രഹേ, നിങ്ങൾ ശ്രദ്ധിക്കണം. वो ज्ञान जिससे अपने या दूसरों का नुकसान हो, ഏതൊരു അറിവാണോ നമ്മുടെയോ മറ്റുള്ളവരുടെയോ നഷ്ടത്തിന് വേണ്ടി, നുക്സാൻ ഹോ ജ്ഞാൻ നഹീം, മറ്റുള്ളവർക്ക് ഹാനികരമാവുന്നത്, അതൊരിക്കലും എന്തല്ല? ജ്ഞാൻ നഹീ ഹെ, അറിവല്ല. ബൽക്കി അഖ്യാൻ ഹെ. എന്താണ് അത്? ബുദ്ധിശൂന്യതയാണ്, അത് അറിവില്ലായ്മയാണ്. ജ്ഞാൻ തോ സബ്കി ബലായി കെ ലിയേ ഹോത്താ ഹെ. ജ്ഞാൻ തോ സബ്കോ ബലായി കെ ലിയേ ഹോത്താ ഹെ. അറിവെന്ന് പറയുന്ന എല്ലാവരുടെയും ബലായി കെ ലിയേ, നന്മയ്ക്ക് വേണ്ടിയാണ്. പ്യാരെ ബച്ചോ, അബ്കെ മൻ മേ യഹ് വാക്യ ഹമേശ ഹോനാ ചാഹിയേ. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ മനസ്സിൽ ഈ വേർഡ് എപ്പോഴും വേണം. എന്താണ്? ജ്ഞാൻ തോ സബ്കെ ബലായി കെ ലിയേ ഹെ. അറിവ് സബ്കി ബലായി കെ ലിയേ ഹോത്താ ഹെ, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാവണം. സബി അഭിനേത, അങ്ങനെ ഈ നാടകം ഞാൻ പറഞ്ഞു ഏകാംഗിയായിരുന്നു, അഭിനേതാക്കൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും സ്റ്റേജിലേക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഏക് സാത്ത് കൈ ബാർ കഹത്തെ ഹെ, ഒരുമിച്ച് ഒരുപാട് നേരം പറയാൻ തുടങ്ങി. ജ്ഞാൻ തോ സബ്കി ബലായി കെ ലിയേ ഹോത്താ ഹെ, ജ്ഞാൻ തോ സബ്കെ ബലായി കെ ലിയേ ഹോത്തെ ഹെ, ജ്ഞാൻ തോ സബ്കി ബലായി കെ ലിയേ ഹി ഹോത്താ ഹെ. അറിവെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്, അറിവെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്, അറിവെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. പ്യാരെ ബച്ചോ, ആപ് ഭി ഹമേശ मन में सोचिए, ज्ञान तो दूसरों को नुकसान के लिए नहीं है, दूसरों को ज्ञान बढ़ाने के लिए है, दूसरों को अच्छे अच्छे बातें करने के लिए है. तो हमारे ज्ञान भी बढ़ जाएंगे, नहीं तो कोई फायदा मिले होगा. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളും ആലോചിക്കുക. ജ്ഞാൻ തോ സബ്കി ബലായി കെ ലിയേ ഹെ, അറിവെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. हमारी जिंदगी में, हमारे जीवन में हम जितना ऊंचा पद पहुंचेंगे तब भी घमंड नहीं करना चाहिए. നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര IAS കാരായാലും IPS കാരായാലും घमंड नहीं करना, അഹങ്കരിക്കരുത്. യഹി തോ ഇസ് പാഠ് കാ മൂല്യ ഹെ, ഇതാണ് ഈ പാഠത്തിന്റെ മൂല്യം നിങ്ങളോട് പഠിപ്പിക്കുന്നത്. ഏക് ബാർ ഭി പഠിയേ, ജ്ഞാൻ തോ സബ്കി ബലായി കെ ലിയേ ഹോത്തെ ഹെ, അറിവെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗമുള്ളത്. നമുക്ക് ഈ പാഠഭാഗത്തിലെ കൂടുതൽ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിനം നേർന്നുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു.